നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ടുണീഷ്യക്കെതിരെ ബ്രസീൽ ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷേ പെനാൽറ്റി അടക്കം പാഴാക്കി സമനിലയിൽ കുരുങ്ങി. ആദ്യ പെനാൽറ്റി എസ്റ്റവായോ വില്യനാണ് ഗോളാക്കിയതെങ്കിൽ രണ്ടാമത്തെ പെനാൽറ്റി അദ്ദേഹമല്ല എടുത്തത്, അത് ലൂക്കാസ് പക്കേറ്റയാണ് എടുത്തത്. എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ആ സംഭവിച്ച കാര്യത്തിൽ എസ്റ്റവായോയുടെ പ്രതികരണം വന്നിട്ടുണ്ട്, മാർക്കിനോസിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്, സാക്ഷാൽ കാർലോ ആഞ്ചലോട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പെനാൽറ്റി കിട്ടുമ്പോൾ രണ്ടു പേർക്കും അത് എടുക്കണമായിരുന്നു. പക്കേറ്റക്കും വേണം, എസ്റ്റവായോക്കും വേണം. സമയത്ത് അതിലൊരു തീരുമാനമുണ്ടാക്കിയത് മാർക്കിനോസാണ്. അദ്ദേഹം ബെഞ്ചിൻ്റെ ഭാഗത്ത് പോയി അതിൽ ആഞ്ചലോട്ടിയുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടാണ് ആരെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല, ആദ്യ പെനാൽറ്റി നിങ്ങളാണല്ലോ എടുത്തത്, എന്തുകൊണ്ട് എടുത്തില്ല എന്നാണ് മാധ്യമങ്ങൾ കളിക്ക് ശേഷം എസ്റ്റവായോ വില്ലിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഓർഡർ അതായിരുന്നു, വന്ന ഓർഡർ അനുസരിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ ഓർഡർ എവിടെ നിന്നാണ്? കോച്ചിങ് സ്റ്റാഫിൽ നിന്ന് വന്ന ഓർഡറാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ആൻ ഓർഡർ കെയിം, ഒരു ഓർഡർ വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നുള്ളത് ഇപ്പം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ഓർഡറായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെനാൽറ്റി എടുക്കാതെ അത് പക്കേറ്റൊക്കെ കൊടുത്തത്. അതവിടെ നിന്ന് വന്ന ഓർഡറാണ്. ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ടീംമേറ്റ്സിനെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ട്രെയിനിങ് നടത്തുകയും ചെയ്യും. വേൾഡ് കപ്പിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്തണം. സോ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമ്മളത് മുതലെടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ആ പെനാൽറ്റി എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതെടുക്കാൻ ഞാൻ റെഡിയുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഓർഡർ വന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ടീംമേറ്റിന് കൊടുത്തു. അതാണ് അപ്പോൾ അതിൽ സംഭവിച്ചത്. ചില ഘട്ടങ്ങളിൽ വർക്കാവില്ല, ചിലപ്പോൾ വർക്കാവും. അതാണിപ്പോൾ എസ്റ്റവായോയുടെ ഒരു പ്രതികരണം. ചുരുക്കത്തിൽ അദ്ദേഹം ആ പെനാൽറ്റി എടുത്താൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് അവിടെ നിന്ന് വന്ന ഓർഡറാണ്. എവിടെ നിന്ന്? ടീം മാനേജ്മെൻറ്റിൽ നിന്ന് വന്ന ഓർഡറാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ക്യാപ്റ്റൻ മാർക്കിനോസ് അദ്ദേഹമാണ് ബെഞ്ചിൻ്റെ അടുത്ത് പോയി വിഷയങ്ങൾ ചോദിച്ചത്, ആര് പെനാൽറ്റി എടുക്കണമെന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇതിങ്ങനെയാണ്, ഇതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഫൈനൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി അത് ഞങ്ങളുടെ കോച്ചാണ് എടുക്കേണ്ടത്, ആര് പെനാൽറ്റി എടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ആരാണ് പെനാൽറ്റി എടുക്കേണ്ടത് എന്ന് ചോദിച്ചത്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്കേറ്റ് എങ്ങനെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ പെർഫോം ചെയ്യുക എന്നൊക്കെയാണ് അദ്ദേഹം നോക്കിയിട്ടുണ്ടാവുക. അൺഫോർച്ചുനേറ്റ്ലി പക്കേറ്റൊക്കെ അത് ഗോളാക്കാൻ പറ്റിയില്ല. പക്ഷേ അത്തരം സർക്കംസ്റ്റാൻസസ് ഗെയിമുകളിലുണ്ടാവും. ഞങ്ങൾക്ക് മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. പക്ഷെ ഓവറോൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട് എന്നാണ് മാർക്കിനോസ് ആ വിഷയത്തിൽ പറഞ്ഞത്. അതേസമയം ഇതിൽ ഇപ്പം ആഞ്ചലോട്ടിയുടെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആഞ്ചലോട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ, എന്തുകൊണ്ട് എസ്റ്റവായോ അല്ല പക്കേറ്റ പെനാൽറ്റി എടുത്തു, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നത്, പക്കേറ്റ നല്ല പെനാൽറ്റി ടേക്കറാണ്. ഇപ്പം ഒരു പെനാൽറ്റി വന്നപ്പോൾ, സെക്കൻഡ് പെനാൽറ്റി വന്നപ്പോൾ ഞാനാണ് ആ തീരുമാനമെടുത്തത്. കാരണം ആ തീരുമാനമെടുക്കാനുള്ള ഒരു കാരണം എസ്റ്റവായോയുടെ പ്രഷർ ഒന്ന് കുറക്കണം. എസ്റ്റവായോക്ക് മേൽ നമ്മൾ നല്ല സമ്മർദ്ദം ഇടുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ ഒന്ന് കുറക്കണമെന്നും കൂടി ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്കേറ്റ യൂഷ്വലി നന്നായിട്ട് പെനാൽറ്റി എടുക്കാറുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഗെയിമിൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ടുണീഷ്യ മികച്ച രൂപത്തിൽ കളിച്ചൊരു ടീമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോശമില്ലാത്ത രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കൂടി ആഞ്ചലോട്ടി പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.